ഖത്തർ എയർവേസ് ഇന്ത്യയിലേക്ക് ഉൾപ്പെടെയുള്ള സർവീസുകൾ തുടരും. ഇന്ന് കൊച്ചി, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്ക് സർവീസ് ഉണ്ടാകും. ഡൽഹിയിൽ നിന്ന് ദോഹയിലേക്കും സർവീസ് നടത്തും. മുഹമ്മദ് റഹീസ് യുഎഇയിൽ നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, പെരുന്നാൾ കാലത്ത് ആശ്വാസകരമാണ് ഈ സംഘർഷ പശ്ചാത്തലത്തിലും ഇത്തരം സർവീസുകൾ. എങ്ങനെയൊക്കെയാണ് സർവീസുകളുടെ ക്രമീകരണം? ഗോകുൽ, ഈ പെരുന്നാൾ കാലത്ത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വിവരം തന്നെയാണിത്. ഇത്തരത്തിൽ സർവീസുകൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി ഇത്തരത്തിൽ സംഘർഷങ്ങളുടെ സാഹചര്യത്തിലൊക്കെയും കുടുങ്ങിക്കിടക്കുന്നവർക്ക് നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഖത്തറിൽ നിന്ന് സർവീസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കാരണം നമ്മളോടടക്കം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചത് ഖത്തറിൽ നിന്നും വിമാന സർവീസുകൾ എപ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ചില ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത്. കാരണം ഇന്നലെ സർവീസുകൾ ഉണ്ടായിരുന്നു. കൊച്ചിയിലേക്കും മുംബൈയിലേക്കും ഡൽഹിയിലേക്കും ഉൾപ്പെടെയുള്ള സർവീസുകൾ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നും കൊച്ചിയിലേക്കും ഡൽഹിയിലേക്കും മുംബൈയിലേക്കും സർവീസുകൾ ഉണ്ടാകും. ഒപ്പം തന്നെ ഡൽഹിയിൽ നിന്ന് ദോഹയിലേക്കും ഇന്ന് തിരിച്ചു ഒരു സർവീസ് ഉണ്ടാകും. അതായത് ഈ നാട്ടിൽ ഇങ്ങനെ നാട്ടിൽ ഇങ്ങോട്ട് വരാൻ കഴിയാതെ ജോലിക്ക് കയറാനൊക്കെയും ഉള്ള സമയം കഴിഞ്ഞിട്ട് അവധി നീട്ടിയെടുത്തു നിൽക്കുന്നവരൊക്കെയും ഉണ്ട്. അപ്പോൾ അത്തരക്കാർക്കൊക്കെയും തിരികെ എത്താൻ ഈ രാജ്യങ്ങളൊക്കെ തന്നെയും ഈ വിസ കാലാവധിയിലുള്ള ഇളവ്, ഒപ്പം തന്നെ ജോബ് പെർമിറ്റിൽ ഇളവ്, അങ്ങനെ പലതരത്തിൽ ഇളവുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയും മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത് മുതലാക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ ഈ നാട്ടിൽ നിന്ന് തിരിച്ചു വരാനും സർവീസ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളും ഒക്കെ സമാന തരത്തിൽ സർവീസുകൾ ഉണ്ടാകും. ഗൂഗിൾ, പ്രവിധ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.